കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മക്കളും ഷെഖേന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാണ്ട് 47 എപ്പിസോഡുകളിലായി ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്തെ മെജ്ജുഗറി മലയിൽ പരിശുദ്ധ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളും മെജ്ജുഗറിയിൽ നിന്നുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളും മെജ്ജുഗറിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രത്യേകതകളുമാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഈ പ്രോഗ്രാമിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ ആദ്യം തന്നെ ഈ എപ്പിസോഡിൽ ഞാൻ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലെ വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് മെജ്ജുഗറിയിൽ നടക്കുന്നതെന്നും മെജ്ജുഗറിയിൽ കഴിഞ്ഞ 42 വർഷങ്ങളായി പരിശുദ്ധ അമ്മ മുടങ്ങാതെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് സ്വർഗീയ സന്ദേശങ്ങൾ കൈമാറുന്ന അമ്മയുടെ ആ വലിയ സ്നേഹത്തിന്, ആ മാതൃസ്നേഹത്തിന്, നമ്മോടുള്ള കരുതലിന്, കരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒരു എപ്പിസോഡിലും ആരംഭിക്കാത്ത രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി, ഒരു ജീവിത രീതി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മ മെജ്ജുഗറിയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തോട് മുഴുവനും ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുന്ന ഈ ജീവിത ശൈലി അല്ലെങ്കിൽ രീതി എന്താണ്? അമ്മ പറയുന്നു, നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം. കാരണം നിങ്ങളാൽ അല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നത്. അനേകരുടെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഫലമാണ് നിങ്ങളുടെ ജീവിതമെന്നും അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കണം. ഞാനെന്ന ഭാവത്തോടെയല്ല, മറിച്ച് ഞാനൊന്നുമല്ല, മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരുടെ സംഭാവനയും മറ്റുള്ളവരുടെ കരുതലും മറ്റുള്ളവരുടെ ഇടപെടലും മറ്റുള്ളവരുടെ ത്യാഗവും മറ്റുള്ളവരുടെ പരിത്യാഗവും പ്രായശ്ചിത്തവും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാരാംശം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുദിനം മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവോ ഗുണങ്ങളോ നന്മയോ ഒന്നുമല്ല, മറ്റുള്ളവരുടെ ത്യാഗവും സ്നേഹവും അനുഗ്രഹമാണ് ഞാനെന്ന വ്യക്തി എന്നുള്ള ഒരു തിരിച്ചറിവ്
നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയണം. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ നന്ദി പറയുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പിതാവായ ദൈവത്തോടാണ്. മക്കളെ, നിങ്ങൾ പിതാവായ ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായി നിങ്ങൾ എല്ലാ ദിവസവും ആയിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നു. നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം, ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മ പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം? നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളുടെ ഇല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമല്ല, മറിച്ച് ദിവസത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥന കൃതജ്ഞതയുടെ ഒരു കൂമ്പാരമായിരിക്കണം. ആ ദിവസം നിങ്ങൾക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവനെ മഹത്വപ്പെടുത്തണം. ഇപ്രകാരം കൃതജ്ഞതയുള്ള വ്യക്തികളായി, നന്ദി നിറഞ്ഞ മക്കളായി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നമുക്ക് രണ്ട് തരം വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഇതിലേതെങ്കിലും ഒരു ഗണത്തിൽ പെടുന്നവരാണ്. ഒന്ന്, എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഉടനെ തന്നെ നന്ദി പറയും. കൃതജ്ഞതയുള്ളവരാണ് ഭൂരിഭാഗം ആളുകളും. ഒരു കൂട്ടർ എപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ. മറ്റൊരു കൂട്ടർ എന്ത് സഹായം ചെയ്താലും ഒരു നന്ദിയുടെ വാക്ക് അവരുടെ നാവിൽ നിന്ന് കേൾക്കാൻ സാധിക്കില്ല. ഒരു കൃതജ്ഞതയുടെ വാക്ക് അവരുടെ അധരങ്ങളിൽ ഇല്ല. ഇതെല്ലാം ഞാൻ അർഹിക്കുന്നതാണ്, ഇവരിതൊക്കെ ചെയ്തു തരേണ്ടതാണ്, ഇതെല്ലാം എൻ്റെ യോഗ്യത കൊണ്ട് എനിക്ക് ലഭിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്ന ഏതാനും വ്യക്തികളുമുണ്ട്. ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും നന്ദി പറയുവാൻ സാധിക്കില്ല. പലരിൽ നിന്നും പല അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ സ്വീകരിക്കുന്നുണ്ടാകാം. എന്നാൽ അതൊന്നും കൃതജ്ഞതയോടെ ഏറ്റുപറയുവാൻ, നന്ദി പറയുവാൻ അവർക്ക് സാധിക്കാത്ത നിമിഷങ്ങൾ. ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് പ്ലീസ് ആൻഡ് താങ്ക് യു. പ്ലീസ്, ദയവായി എന്ന് ചെയ്യുമോ, ദയവായി എനിക്കിത് ചെയ്തു തരുമോ, ദയവായി എന്ന് ചോദിക്കുന്ന ഒരു താഴ്മയുടെ ഒരടയാളമാണ്. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മനഃശാസ്ത്രപരമായും ഒക്കെ പറയാറുണ്ട്, നമ്മൾ ആനിമേഷനൊക്കെ നടത്തുന്ന സമയത്ത് പലരും പറയുന്ന കാര്യമാണ്, നമ്മൾ രണ്ട് വാക്കുകൾ ഒരിക്കലും മറക്കരുത്. എന്ത് കാര്യം ചോദിക്കുമ്പോഴും ഒരു പ്ലീസ് അതിനകത്ത് ആഡ് ചെയ്യുക. ദയവായി ഇത് ചെയ്യുമോ, പ്ലീസ് ക്യാൻ യു ഡു ഇറ്റ്. അപ്പോൾ നമ്മളെ തന്നെ ഒരു എളിമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരവസരം. പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ താങ്ക് യു, അത് ഹൃദയത്തിൽ നിന്ന് വരണം, ഉള്ളിൽ നിന്ന് വരണം. അത് മാനുഷികമായി നമുക്ക് നമ്മുടെ പല ആനിമേറ്റേഴ്സൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, കൃതജ്ഞതയുള്ളവരായിരിക്കണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമ്മൾ മനുഷ്യരുടെ മുൻപിലും ദൈവത്തിന് മുമ്പിലും ആകണം. ഇനി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം ഇതാണ്: എളിമയുള്ളവർക്ക് നന്ദിയുള്ളവരാകുവാൻ സാധിക്കുകയുള്ളൂ. എളിമയുള്ള ഹൃദയത്തിന് നന്ദി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം അവിടുത്തെ സന്നിധിയിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇത്ര വലിയ അനുഗ്രഹം, ദൈവപുത്രനെ സ്വന്തമാക്കാനുള്ള അനുഗ്രഹം മാലാഖയിലൂടെ ലഭിച്ച പരിശുദ്ധ അമ്മ ഒരിക്കലും അഹങ്കരിക്കുന്നില്ല. ഇതൊന്നും എൻ്റെ ഗുണമല്ല, ഞാൻ വെറും ദാസിയാണ്, വെറും താഴ്മയുള്ളവനാണ്, ഒന്നുമില്ലാത്തവളാണ്, ദൈവത്തിൻ്റെ കരുണയാണ്
ഇതിനൊക്കെ കാരണമെന്ന് പരിശുദ്ധ അമ്മ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അവിടെ തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എളിമയെന്ന പുണ്യം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എളിമയെന്ന പുണ്യത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കൃതജ്ഞതയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത എന്ന് പറയുന്നൊരു പുണ്യമാണ്. ഈ പുണ്യം ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വളരെ വിലയുള്ളതായി കണക്കാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ സ്വീകാര്യരായി മാറും എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈശോ അവരെ സുഖപ്പെടുത്തി, വഴിക്ക് വെച്ച് സുഖപ്പെടുത്തി. അവർ നടന്നുപോയി. കുറെ കഴിഞ്ഞപ്പോൾ അവർ സുഖപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ ഒരാൾ തിരിച്ചു വന്നു. എന്തിനു വേണ്ടി? നന്ദി പറയും. ഈ ഒരു മനോഭാവമാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുക. ആ ഒരു സുഖപ്പെട്ട കുഷ്ഠരോഗിയുടെ മനോഭാവം, നന്ദിയുള്ള ഹൃദയം. ഈ കുഷ്ഠരോഗി കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ദിവസവും നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ സംടൈംസ് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഇതൊക്കെ നമുക്ക് അർഹിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും നന്ദി പറയുവാൻ മറന്നുപോകുന്നു. അതുകൊണ്ട് പരിശുദ്ധ പറയുക, ഒരു ദിവസം പോലും ദൈവസന്നിധിയിൽ നന്ദി പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുവാൻ നാം അനുവദിക്കരുത്. ചുമ്മാ ഒരു ഓട്ടോമാറ്റിക്കായുള്ള ദൈവമേ നന്ദി എന്നല്ല. അമ്മ പറയുന്നു, നിങ്ങൾ ഇന്ന് ഈ ദിവസം നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നിന്റെ കുടുംബത്തിൽ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന മക്കൾ ഓരോരുത്തരും ഒത്ത് ജീവിക്കുവാൻ ഇന്ന് ദൈവം അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയണം. ഇവരിലൂടെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ലഭിച്ച ഓരോരോ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്ത് നന്ദി പറയണം. നന്ദി പറയുവാൻ, ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുവാൻ അല്പസമയം മാറ്റിവെക്കണം. അങ്ങനെ കുടുംബത്തിലെ വ്യക്തികളെ ഓർത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഓർത്ത്, ഈ സ്ഥാപനത്തിൽ നിങ്ങളുമായി ഇടപെട്ട ഓരോ വ്യക്തികളെയും ഓർത്ത് എപ്പോഴും നന്ദി പറയുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ചില സമയത്ത് ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോൾ അതൊരനുഗ്രഹമായി കാണാൻ സാധിക്കാതെ അതിനെ പഴിക്കുന്ന ഒരു ശീലത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഉദാഹരണമായി, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെ മറ്റൊരു കാര്യം നടക്കുന്നു. ഉദാഹരണമായി, ഞാൻ വീട്ടുകാരൊക്കെയായി ഒരു പിക്നിക്കിന് പോകുവാൻ ഇല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നല്ലൊരു സ്ഥലത്ത് ചെന്നു, നല്ല മനോഹരമായ ഒരു സ്ഥലം. അവിടെ പോയി അത്യാവശ്യം വെയിലൊക്കെയുണ്ട്. എല്ലാവരും ഒന്നിച്ച് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് അപ്രതീക്ഷിതമായി നല്ലൊരു മഴ പെയ്യുന്നു. ഈ മഴയും പിക്നിക്കും ഒരിക്കലും ഒത്തുപോകില്ല. മഴ പെയ്താൽ മനോഹരമായ സ്ഥലങ്ങളൊന്നും നടന്ന് കാണുവാൻ സാധിക്കില്ല. നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ പിക്നിക്ക് ഫ്ലോപ്പാവും. അപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യൻ പറയുന്ന കാര്യം ഇതാണ്: മഴയ്ക്ക് വരാൻ കണ്ട ഒരു സമയം, അല്ലെങ്കിൽ ഈ ചെളിയെല്ലാം ചവിട്ടിക്കയറ്റി ഇനി വണ്ടിയിലേക്ക് കയറും, വണ്ടി ചെളിയാകും. ഇല്ലെങ്കിൽ അടുത്തൊരു വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ അടുത്തൊരു പള്ളിയിലേക്ക് കയറേണ്ട ഒരു സമയമാണെങ്കിൽ ഈ ചെളിയെല്ലാം ചവിട്ടിക്കയറ്റി പള്ളിയിലേക്ക് കയറുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഓർത്ത് മനുഷ്യൻ ഈ മഴയെ പഴിക്കുന്ന സാഹചര്യം. പരിശുദ്ധ പറയുകയാണ്, ഇതുപോലെ ഒരു മഴ പെയ്യുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു മഴയത്തൂടെ കടന്നു പോകുമ്പോൾ ആ മഴയോർത്ത് നിങ്ങൾ നന്ദി പറയണം. കാരണം നിങ്ങൾ പിക്നിക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയോ നിങ്ങൾ ആ ദിവസം തിരഞ്ഞെടുത്തു. എന്നാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ചുറ്റുമുള്ള പലരും കുടിവെള്ളത്തിന് വേണ്ടി, ഒരു നല്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ആരുടെ പ്രാർത്ഥനയാണോ ഏറ്റവും അത്യാവശ്യമായി
ദൈവസന്നിധിയിൽ ദൈവം ഏറ്റെടുക്കുക, ദൈവം അത് അനുഗ്രഹിക്കുകയാണ്. ഒരനുഗ്രഹം ചിലർക്ക് നൽകുമ്പോൾ അത് പക്ഷെ ചിലരുടെ സാധാരണ ജീവിതത്തിലും ബാധിച്ചെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവാനുഗ്രഹങ്ങളെ ദൈവാനുഗ്രഹങ്ങളായി തന്നെ കരുതി ഇതുപോലെയുള്ള ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഴിചാരാതെ ആ അവസ്ഥയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. കാരണം മഴ നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. മഴ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ സസ്യങ്ങളൊക്കെ മുളയ്ക്കുന്നതിനും വിത്തുകളൊക്കെ കിളിർക്കുന്നതിനും അതുപോലെ നമുക്ക് കുടിക്കാനുള്ള ജലം ലഭിക്കുന്നതിനൊക്കെ അത്യാവശ്യമാണ്. അനേകര് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഒരു മഴ ലഭിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ദൈവം നൽകിയതാണ്. ആ സമയം അന്ന് എനിക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില അസൗകര്യങ്ങൾ ഓർത്ത് നിങ്ങൾ പഴിക്കരുത്, അതോർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഈ അവസരത്തിൽ പോലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വേറൊരു തലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെയൊക്കെ കൂടെ നമ്മുടെ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾ, നമ്മുടെ അമ്മമാര്, സഹോദരങ്ങള്, ഇവരൊക്കെ ഓരോ ദിവസവും നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്മമാർ ഭക്ഷണം പാകം ചെയ്തു തരുന്നു. അവരൊന്നും ഒരു നന്ദിയോ കൃതജ്ഞതയോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല, നിസ്വാർത്ഥമായി അവർ ചെയ്തു തരിക. നമ്മുടെയൊക്കെ ചില വസ്ത്രങ്ങൾ അമ്മമാര്, സഹോദരങ്ങള് അവര് അലക്കി തരുന്നു. വാഷിംഗ് മെഷീനിലാണെങ്കിലും കൊണ്ടിട്ടൊക്കെ അലക്കി തരുന്നു. ചിലര് ഇപ്പൊ വെള്ളമില്ലാത്ത ചില സാഹചര്യത്തിലൊക്കെ കഷ്ടപ്പെട്ട് തന്നെ പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. നമുക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ആ വ്യക്തിയിൽ നിന്നൊരു ഇടപെടൽ ലഭിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ അരിശപ്പെട്ടും ഇല്ലെങ്കിൽ ആ വ്യക്തിയെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ചിത്രീകരിച്ച് ചിന്തിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ഈ ഒരു നിമിഷത്തിന് മുൻപ് വർഷങ്ങളായി ഈ വ്യക്തിയിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, നന്മകൾ ലഭിച്ചിട്ടുണ്ടാകാം. എൻ്റെ ചില പ്രത്യേകമായ ചില നിമിഷങ്ങളിൽ, ചില സ്വാർത്ഥതയുടെ നിമിഷങ്ങളിലാകാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തി പ്രവർത്തിക്കാത്തത് കൊണ്ട് മാസങ്ങളായും വർഷങ്ങളായും ഈ വ്യക്തിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോവുകയാണ്. പരിശുദ്ധയമ്മ പറയുന്നു, നന്ദിയില്ലാത്തവരായി ജീവിക്കരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നോർത്ത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കരുത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്ന വലിയ ഒരു കാര്യമാണ് കൃതജ്ഞതയുടെ ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നു വരിക. നന്ദി നിറഞ്ഞ ഹൃദയവുമായി ജീവിക്കുക. ഈ ലോകത്തിലെ ആരെയും നിസ്സാരരായി കരുതരുത്. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിഗൂഢമാണ്. നിനക്ക് ചില അസൗകര്യങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹം ദൈവം ചൊരിയുന്ന നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഏത് അവസ്ഥ ഏറ്റെടുക്കേണ്ടി വന്നാലും അവസ്ഥയിലെല്ലാം ദൈവത്തിന് നന്ദി പറയുക. എന്നിട്ട് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, മക്കളെ, നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ദൈവം നൽകുമ്പോൾ നിങ്ങൾ നന്ദി പറയും. ഒരു രോഗം മാറി ദൈവത്തിന് നന്ദി പറയും. ഒരു കടബാധ്യതയുടെ സമയത്ത് പ്രത്യേകമായൊരു ദൈവീയ ഇടപെടലുണ്ടായി ദൈവത്തിന് നന്ദി പറയും. വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ ഒരുപക്ഷെ നമ്മളെ പ്രേരിപ്പിക്കും. എന്നാൽ പരിശുദ്ധ അമ്മ പറയുന്നു, നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവകരം ദർശിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നിങ്ങൾ വിലയുള്ളവരായി കാണപ്പെടുന്നത്. ഇന്ന് നമ്മൾ ശ്വസിക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. എന്നാൽ സാധാരണഗതിയിൽ ദൈവമേ എൻ്റെ ഇന്ന് ശ്വസിക്കാൻ പറ്റുന്ന ഈ അവസ്ഥയോർത്ത് ദൈവത്തിന് നന്ദി പറയാറില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയോർത്ത് ആര് ദൈവത്തിന് നന്ദി പറയുന്നു?
എനിക്ക് നടക്കാൻ പറ്റുന്ന അവസ്ഥയോർത്ത് എല്ലാ ദിവസവും നന്ദി പറയുന്നവരുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. എന്നാൽ പരിശുദ്ധ അമ്മ പറയുന്നു, ഇതൊന്നും ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിനക്ക് കൈ ഉയർത്താൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിനക്ക് ചലിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിനക്ക് ശ്വസിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിനക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതല്ല. ഇതൊക്കെ തമ്പുരാൻ്റെ കരുതലോടെയുള്ള നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലുള്ള ഇടപെടലാണ് ഇതെല്ലാം എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കുക. ഈ ഭൂമിയിൽ ദൈവം നമ്മോട് ചേർത്ത് വച്ചിരിക്കുന്നവരോട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കുക. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചിലർക്ക് സേവനം ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ചില സ്ഥാപനങ്ങളിലും കാര്യങ്ങളൊക്കെ ഗേറ്റ് കീപ്പേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർ, ഇല്ല കിച്ചണിൽ പാകം ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ കൂലി, അത് ഒരു മാസത്തെ വേതനത്തിനൊക്കെ പാകം ചെയ്യാനും വീട്ടുജോലി ചെയ്യാനൊക്കെ ആയിട്ട് കടന്നു വരുന്നവർ, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ പറമ്പിൽ പണിയെടുക്കുന്നവർ, അവരൊക്കെ തീർച്ചയായും വേതനം അർഹിക്കുന്നവരാണ്. അവരൊക്കെ കൂലി അർഹിക്കുന്നവരാണ്. അവർക്കൊക്കെ അർഹതപ്പെട്ട കൂലി നൽകണം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ നമ്മൾ ആഗ്രഹിക്കുക, അവരോടും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. കാശ് കൊടുത്തിട്ടല്ലേ അവൻ ഈ ജോലി ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ പാടില്ല. നിനക്ക് ഈ കാശ് നൽകിയത് തമ്പുരാനാണ്. അവൻ്റെ ഒരു അവസ്ഥയിൽ നിനക്കും ഒരുപക്ഷെ ആകാമായിരുന്നു. നിന്നെ ദൈവം അനുഗ്രഹിച്ച് സമ്പന്നത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യന് അവന് നിന്നെ അനുഗ്രഹിച്ച രീതിയിലുള്ള അനുഗ്രഹം ദൈവം കൊടുത്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം നിന്നിലൂടെ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചുയർത്തിയിരിക്കുന്നത് എന്നുള്ള ആ സത്യം വിസ്മരിക്കരുത് എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. നമ്മൾ കാശ് കൊടുത്തിട്ട് മറ്റാരെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഔദാര്യമായി കരുതാൻ പാടില്ല. ആ വ്യക്തി നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഗ്രഹമായി ദൈവം കൊണ്ടു തന്നിരിക്കുന്ന വ്യക്തിയാണ്. ആ നീ കൊടുക്കുന്ന കാശ് നിന്റെതല്ല, ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മുതലാളി അവൻ തൊഴിലാളി എന്ന് ചിന്തിക്കാൻ പാടില്ല. നീയും അവനും ദൈവസന്നിധിയിൽ തുല്യനാണ്. നിന്നേക്കാൾ ഒരുപക്ഷെ ദൈവസന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ മുതലാളി, എനിക്കിതെല്ലാം ഉണ്ട് എന്നോർത്ത് കൂടെ ചേർത്തു വച്ചിരിക്കുന്നവരെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ അവരുടെ വില കുറച്ചു കാണുകയോ കൊടുക്കേണ്ട വേതനം അതിൽ അല്പം കുറച്ച് കൊടുക്കുകയോ ചെയ്യുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഇതൊക്കെ ദൈവസന്നിധിയിൽ ഒരുപക്ഷെ അനുഗ്രഹമായി മാറില്ല എന്നും, നമ്മൾ ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കടന്നു വരുന്നുണ്ടോ അവരോടെല്ലാം നന്ദിയുള്ളവരായി, കൃതജ്ഞതയുള്ളവരായി, അവർ ചെയ്യുന്ന ജോലിക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അവരെല്ലാം ചേർത്ത് പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദേവാലയത്തിൽ പോയി പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ലഭിച്ചു കഴിയുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് ഒരുപക്ഷെ സാധാരണമാകണമെന്നില്ല. പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിലൂടെ പറയുകയാണ്, പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്ത് ദൈവം ക്രമീകരിക്കുന്ന ഓരോ ക്രമീകരണങ്ങളെ ഓർത്തും നമ്മൾ നന്ദി പറയണം. പരിശുദ്ധ അമ്മയെ ഓർത്ത് നന്ദി പറയണം. അമ്മയിലൂടെ, വിശുദ്ധരിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഇപ്രകാരം പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധരിലൂടെയും ഒക്കെ ലഭിക്കുന്നതെല്ലാം നിസ്സാരമായി കരുതരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ക്രമീകരണങ്ങളാണെന്ന്
പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നു. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർക്കുന്നു, ദൈവം വലിയവനാണ്, അവിടുത്തേക്ക് എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹം വലുതാണ്. ദൈവം വ്യക്തിപരമായി നിങ്ങളെയും എന്നെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി ദൈവം ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളെയും കൂട്ടിച്ചേർക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു കരുതലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് വലിയവനായ തമ്പുരാന്റെ മുൻപിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്ന്. എന്നിട്ട് അമ്മ വീണ്ടും അതിനോടൊപ്പം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളിൽ പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കുമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ജീവിതം നൽകുന്ന വലിയൊരു ഉറപ്പാണ്, വലിയ ദൈവീക സന്തോഷം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും ഓരോ ആവശ്യങ്ങളിലും ഓരോ മേഖലകളിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയെ മറക്കരുത്. അമ്മയുടെ ആ മധ്യസ്ഥത നമ്മൾ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയും ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സ്വർഗീയ അമ്മയെ നമുക്ക് നൽകിയതിന് ദൈവപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി പറയുകയും ചെയ്യണം. കാരണം ഞാൻ ചോദിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ അറിഞ്ഞും അറിയാതെയും എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ ദൈവീക സാന്നിധ്യത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയുയർത്തുന്ന ഓരോ പ്രാർത്ഥനകളും നമ്മൾ അനുദിനം കൃതജ്ഞതയോടുകൂടി ഓർക്കുകയും അമ്മയോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമ്മോട് ഈ എപ്പിസോഡിലൂടെ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, കൃതജ്ഞതയുള്ളവരായി ജീവിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ആത്മപരിശോധന നടത്താം. എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്ദി പറയുവാൻ മറന്നുപോയ നിമിഷങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ നന്ദി പറയാതെ പോയത്? എന്നോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന കൂട്ടിവെച്ചിരിക്കുന്ന എൻ്റെ കൂടെ ജീവിക്കുന്ന ഈ വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ മറന്നുപോയ നിമിഷങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടതുപോലെ ഈ ദിവസം, ഇന്നും എന്നും, എല്ലാ ദിവസവും നമ്മളിൽ ദൈവകരങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും പോരായ്മകൾക്കും കുറവുകൾക്കും അസൗകര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മക്കളായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.